5, 6, 7 ക്ലാസ്സുകളിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സംസ്കൃത വിദ്യാർത്ഥികൾക്കും പഠന മികവ് രേഖ സഹായ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വഴികാട്ടി വർക്ക്ഷീറ്റ് ഒരു ഹെൽപ്പ് ഫയൽ ചെയ്തിരുന്നു. അതിന് വളരെ അധികം ആൾക്കാർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പഠന മികവ് രേഖയുടെ ഒരു സഹായ വീഡിയോ ചെയ്യുകയാണ്. ഈ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരാനുള്ളതല്ല, നിങ്ങളെ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരങ്ങൾ ചോദിച്ചിട്ട് ആരും ഇനി കമൻറ്റ് ബോക്സിൽ വരണ്ട. പല ആളുകളൊന്ന് കഴിഞ്ഞ പ്രാവശ്യം വഴികാട്ടിയിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം പറയുന്നു, നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു നൽകാനല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഉത്തരങ്ങളിലേക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു സഹായം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠന മികവ് രേഖ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എങ്കിലും അതിൻ്റെ സോഫ്റ്റ് കോപ്പി PDF രൂപത്തിലുള്ള കോപ്പികൾ ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോന് താഴെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പഠന മികവ് രേഖയുടെ ഒരു PDF പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ PDF ഓരോ റെഡ് ബോക്സുകളുണ്ട്. ആ റെഡ് ബോക്സുകൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും യൂട്യൂബിൽ. അത് ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, അതിനുശേഷം നിങ്ങൾക്ക് സഹായം ആവശ്യമാണ് എന്ന് തോന്നുന്ന പക്ഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ പ്രവർത്തനത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പഠന മികവ് രേഖ ആൻസർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് നോക്കിയാലോ. 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും പഠന മികവ് രേഖയുടെ സംസ്കൃത സഹായ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മ വയ്ക്കുക. നിങ്ങളെ സഹായിക്കാനുള്ള ഒരു വീഡിയോ ആണ്. പഠന നൈപുണി രേഖ എന്നാണ് സംസ്കൃതത്തിലെ പേര്. ഓക്കെ, ഒന്നാമത്തെ പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങൾ മാമകദേശ എന്നുള്ള പാഠം പഠിച്ചിരുന്നു, ഭാരതദേശോ മാമകദേശ എന്നുള്ള പാഠം പഠിച്ചിരുന്നു, കവിത പഠിച്ചിരുന്നു. ഇതിൽ നോക്കൂ, ഭാരതദേശ സുന്ദരദേശ. അതേപോലെ ഉദാഹരണങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. സ്നേഹ, ത്യാഗ, ധർമ്മ, വേഷ, ഭിന്ന, ഏകമന, പുണ്യപുരാതനി. ക്ലാസ് എടുത്ത വീഡിയോ ആണ്. ഈ ഒരു റെഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അസ്മാകം സംസ്കൃതി, ആ പാഠഭാഗം ആലോചിക്കുക. നമ്മുടെ സംസ്കാരം എങ്ങനെയുള്ളതായിരുന്നു, ഇതിലേതാണ് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. ആ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭാരതദേശീയ ജീവന വിജയായ ഡാഷ് 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 ആധാരഹ ഭവന്തി. 3 ഡാഷുകളുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ ഏത് വാക്കാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഭാരതദേശേ ഭിന്ന ഡാഷ് അസ്തി. ഭാരതദേശത്ത് ഭിന്നമായ ഡാഷ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭിന്ന എന്നുള്ള വാക്കാണ്. അതിന് ഒരു പുല്ലിംഗ പദം തന്നെ വരണം. അത് നിങ്ങൾക്ക് കവിത പാടുമ്പോൾ തന്നെ ആ ഭിന്ന എന്നുള്ള വാക്കിൻ്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഇവിടെ എഴുതേണ്ടത്. ഭാരതദേശീയ ഡാഷ് ഭാഷ അസ്തി. അവിടെ ഭാഷ എന്നുള്ളതാണ്, ദീർഘമാണ്. അപ്പോൾ ഇതിൽ ദീർഘമുള്ളൊരു വാക്ക് ഏതാ വെച്ചാൽ അത് നോക്കിയിട്ട് എഴുതുക. ചേരുന്ന വാക്ക് ഭാരതദേശീയ സർവേ ഡാഷ് നിവസന്തി. ഭാരതദേശത്തിൽ എല്ലാവരും എന്നുള്ള അർത്ഥം വരുന്ന എല്ലാവരും ഡാഷ് നിവസന്തി, എങ്ങനെ വസിക്കുന്നു, അത് നിങ്ങൾക്ക് പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എഴുതുക. സുന്ദരദേശാണ് സ്നേഹം, ത്യാഗം, ധർമ്മം, വേഷം, ഭിന്ന വ്യത്യസ്തങ്ങളായ, ഏകമന ഒരുപോലെ, പുണ്യപുരാതിനി പുണ്യപുരാതനമായ എന്നുള്ളതൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇത് കേട്ടിട്ട് മുകളിലത്തെ വാക്കുകൾ നോക്കിയിട്ട് മാമകദേശം എന്നുള്ള വാക്ക് എന്നതിനെക്കുറിച്ച് 5 വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം കൊടുത്തു, മാമകദേശ സുന്ദരദേശ ഭവതി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പോലെ വാക്കുകൾ എഴുതാം. അസ്മാകം സംസ്കൃതി, നമ്മുടെ സംസ്കാരം ഡാഷ് ആകുന്നു. അങ്ങനെ ഭവതി ചേർത്ത് കഴിഞ്ഞാൽ ആകുന്നു എന്നുള്ള വാക്കിൻ്റെ അർത്ഥമായി. ഇവിടെ ആധാരഹ, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ തന്നെ വാക്കുകൾ എഴുതും, അല്ല വാക്കുകളാവും, അർത്ഥം വത്തായിട്ടുള്ള വാക്കുകൾ ആയിത്തീരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതുക. ഇതിൽ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലത്തെ വാക്കുകൾ നോക്കിയിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊരു ലിങ്ക്, നമ്മൾ നേരത്തെ എടുത്ത ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് ഈ റെഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് നിറം കൊടുക്കുക. അടുത്തത്
നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു വാൻവതി എന്നുള്ളത്. ഭൂതകാല ക്രിയാപദങ്ങൾ വരുമ്പോൾ പുല്ലിംഗം സ്ത്രീലിംഗം എന്നുള്ള വ്യത്യാസം വരുമ്പോൾ വാൻ എന്ന വാക്കിൽ പുല്ലിംഗവും വതി എന്ന് അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗമാണെന്ന് പറഞ്ഞിരുന്നു. അത് നോക്കൂ, പീതവതി കുടിച്ചു, അവൾ കുടിച്ചു എന്നുള്ള അർത്ഥം. നിർമ്മിതവതി നിർമ്മിച്ചു, അവൾ. ധാവിതവതി ഓടി, അവൾ ഓടി. ക്രീഡിതവാൻ അവൻ കളിച്ചു. പഠിതവാൻ അവൻ പഠിച്ചു. ദൃഷ്ടവതി അവൾ കണ്ടു. രചിതവാൻ അവൻ എഴുതി. ഗതവതി അവൾ പോയി. ഖാദിതവതി അവൾ കഴിച്ചു. ഭജിതവാൻ അവൻ പാചകം ചെയ്തു. ദത്തവതി അവൾ നൽകി. ലിഖിതവാൻ അവൻ എഴുതി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണ് വരിക, ഏതൊക്കെയാണ് ഇതിലേക്കൊക്കെ വരിക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതാം. ബാലിക മാതരം ഉക്തവതി, ബാലിക അമ്മയോട് പറഞ്ഞു. സാ ശില്പം അവൾ ശില്പം ഡാഷ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ വാക്കുകൾ അർത്ഥമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് എടുത്തെഴുതുക. മായാ കവിതാം ലിഖിതവതി, അമ്മ കവിത എഴുതി. അപ്പോൾ ഇതിൻ്റെ അതേ ഉക്തവതി ഉക്തവാൻ. അപ്പോൾ ഇവിടെ സഹ ശില്പം നിർമ്മിതവാൻ, അവൻ ശില്പം നിർമ്മിച്ചു. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗ പദം ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം. ലിഖിതവതി എഴുതി. ഗോപുഹു കവിതാം ഡാഷ്. അപ്പോൾ ഇതിൻ്റെ പുല്ലിംഗപദം ഇവിടെ ഉണ്ട്, അത് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഗീത കാവ്യം രചിതവതി, ഗീത കാവ്യം എഴുതി. കവിഹി കാവ്യം ഡാഷ്, കവി കാവ്യം ഡാഷ്. ഇതിൻ്റെ പുല്ലിംഗപദം എഴുതാം. പി ടി ഉഷ ശീഘ്രം ഡാഷ്, പി ടി ഉഷ വേഗം ഡാഷ്. ഓടി എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സ്ത്രീലിംഗപദം വരുന്ന വാക്ക് ഏതാണ്? ശശകഹ ശീഘ്രം ധാവിതവാൻ, മുയല് വേഗം ഓടുന്നു. ബാലിക ചതുരംഗം ക്രീഡിതവതി, ബാലിക ചതുരംഗം കളിച്ചു. ബാലഹ ക്രിക്കറ്റ് ഡാഷ്, ബാലൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്നുള്ളതിൻ്റെ പുല്ലിംഗപദം ഇവിടെ എഴുതണം. സാ ചിത്രം ഡാഷ്, അവൾ ചിത്രം ഡാഷ് എന്ത് ചെയ്യുന്നു, കണ്ടു എന്നുള്ളതാണ് വരേണ്ടത്. സഹ ചിത്രം ദൃഷ്ടവാൻ, അവൻ ചിത്രം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവളും ചിത്രം കണ്ടു എന്നാണ് വരേണ്ടത്. അതിൻ്റെ പുല്ലിംഗപദം എഴുതുക. ദിശ പാഠം പഠിതവതി, ദിശ പാഠം പഠിച്ചു. പഠിതവതി, അപ്പോൾ അതിൻ്റെ പുല്ലിംഗപദം ഇവിടെ എന്ത് വരും? വിപിനഹ, വിപിൻ പാഠം പഠിച്ചു എന്നർത്ഥം വരുന്ന വാക്ക്. ഉള്ള അർത്ഥങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതുക. അധ്യാപിക വിദ്യാലയം ഡാഷ്, അധ്യാപിക വിദ്യാലയത്തിലേക്ക് ഡാഷ് പോയി എന്നർത്ഥം വരണം. കാരണം ഇവിടെ അധ്യാപക വിദ്യാലയം ഗതവാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഗതവാൻ അതിൻ്റെ പുല്ലിംഗപദം, സ്ത്രീലിംഗപദമാണ് ഇവിടെ എഴുതേണ്ടത്. ബാലിക ലഡുകം ഡാഷ്, ബാലിക ലഡു കഴിച്ചു എന്നർത്ഥം വരണം. കാരണം രാജേഷ ലഡുകം ഖാദിതവാൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. മാതാ അന്നം പചിതവതി, അമ്മ ഭക്ഷണം പാചകം ചെയ്തു. അപ്പം അച്ഛൻ അന്നം ഭക്ഷണം പാചകം ചെയ്തു എന്നുള്ള അർത്ഥം വരണം ഇവിടെ. മഹിളാ ധനം ഡാഷ്, മഹിള പൈസ കൊടുത്തു എന്നർത്ഥം വരണം. ആചാര്യ പുസ്തകം ദത്തവാൻ, ആചാര്യൻ പുസ്തകം നൽകി. അപ്പോൾ വാൻ എന്ന് പറയുന്നത് പുല്ലിംഗപദവും വതി എന്ന് പറയുന്നത് സ്ത്രീലിംഗപദമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പുനരപി, കുറച്ചേതാണ് ഇവിടെ എഴുതേണ്ടത്. പുനരപി, പുനഃ അപി. അങ്ങനെയാണെങ്കിൽ ഗുരുരപി എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് എഴുതാം അല്ലേ? ഗുരുഹു അപി. അതേപോലെ കവിരപി, മുഹുരപി, ഗുരുരയം, കവിരയം. ഇതേപോലെ തന്നെ എഴുതി പോകുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് എഴുതുക. വീണ്ടും ഗുരുവും കവിയും അങ്ങനെയൊക്കെയാണ് അർത്ഥം. ഈ ഗുരു, ഈ കവി എന്നുള്ളതൊക്കെയാണ് അർത്ഥം. ഇവിടെ അടുത്തത് താമുപഗമ്യ എന്നുള്ളതിൻ്റെ താമുപഗമ്യ എന്നുള്ളത് പിരിച്ചെഴുതിയിരിക്കുന്നത് നോക്കൂ. താം അധികം ഉപഗമ്യ. അപ്പോൾ അടുത്തത് നോക്കൂ, മ പ്ലസ് ഉ ആണ്, മു എന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത്. അതേപോലെ ഈ വാക്കുകളും അതേപോലെ എഴുതാം. മാം ഉപദിശതി, ഇങ്ങനെ പിരിക്കാം. എങ്ങനെ പിരിക്കുക? മാം ഉപദിശതി അല്ലേ? അതേപോലെ ബാക്കി പുത്രം ഉപദിശതി. ബാലകം ഉപഗമ്യ, ഇവിടെ ഉകാരം പിരിക്കുക, ബാക്കിയുള്ളത് നോക്കി എഴുതുക. തമുപേത്യ, ഭവന്തമുദ്ദിശ്യ എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ വേറൊരു ഉദാഹരണം നോക്കൂ. വസതി സ്മ എന്ന് പറഞ്ഞാൽ സ്മ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭൂതകാല അർത്ഥം കിട്ടുന്ന എപ്പോഴും പറയാറുണ്ട്. വസതി സ്മ, വസിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒറ്റ വാക്കാണ് അവസത്. അപ്പോൾ ഭവതി സ്മ, അതിൻ്റെ ഒറ്റ വാക്ക് എന്തായിരിക്കും? ആയിരുന്നു എന്നുള്ള അർത്ഥം. ലിഖതി സ്മ, എഴുതിയിരുന്നു. വദതി സ്മ, പറഞ്ഞിരുന്നു എന്ന് പറയും. ഇവിടെ അതിനെ തിരിച്ച് പട്ടത്ത്, പഠിച്ചു എന്നാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ സ്മ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? അത് കൃത്യമായിട്ട്. അപശ്യത്ത്,
അധാവത്. അങ്ങനെ. അടുത്തത് മൂന്നാമത്തെ പാഠം സ്വാസ്ഥ്യമസ്തുനഃ എന്നുള്ള പാഠത്തിലെയാണ്. ഇതിൽ ഉചിതവാക്യങ്ങൾ മാത്രം ഇവിടേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക, അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് ഉചിതമായ വാക്കുകൾ താഴത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. സ്വസ്ഥാഹ ജനാഹ രാഷ്ട്രസ്യ സമ്പദഃ ഭവന്തി. ശരിയായിട്ടുള്ള വാക്കുകൾ മാത്രം. സ്വസ്ഥാഹ ജനാഹ, ആരോഗ്യമുള്ള ജനങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്താകുന്നത് എന്നാണ് അർത്ഥം. ശാരീരിക സുസ്ഥിതി ന സ്വാസ്ഥ്യം. ശാരീരിക സുസ്ഥിതി അല്ല സ്വാസ്ഥ്യം. ശരീരത്തിൻ്റെ ആരോഗ്യമല്ല ആരോഗ്യം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ താഴത്തേക്ക് എടുത്ത് എഴുതുക, തെറ്റാണെങ്കിൽ എഴുതണ്ട. അടുത്തത് ഭോജനാവസരെ ഹസ്തപ്രക്ഷാളനം അവശ്യം കരണീയം. കഴിക്കുന്നതിന് മുമ്പ് ഹസ്തപ്രക്ഷാളനം, കൈ കഴുകൽ തീർച്ചയായും ചെയ്യണം. അഹിതം അനാവൃതം ച ഭക്ഷണം ത്യാജ്യം. അഹിതമായത്, വേണ്ടാത്തതും അനാവൃതം, മൂടി വയ്ക്കാത്തതുമായ ഭക്ഷണം ഒഴിവാക്കണം. സ്വാസ്ഥ്യപരിപാലനെ ശുചിത്വം ആവശ്യകം. ആരോഗ്യപരിപാലനത്തിന് ശുചിത്വം ആവശ്യമാണ്. ഇതിലൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ താഴത്തേക്ക് ഓരോ വരിയായിട്ട് എടുത്ത് എഴുതിയാൽ മതി. തെറ്റാണെന്ന് തോന്നുന്നു എഴുതരുത്. ഓക്കെ. സ്വാസ്ഥ്യാർത്ഥം അശുദ്ധജലം പേയം. ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അശുദ്ധജലം കുടിക്കണം, വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കണം. സ്വാസ്ഥ്യപരിപാലനെ വ്യായാമഃ ന ആവശ്യകഃ. ആരോഗ്യം പരിപാലിക്കാൻ എക്സർസൈസ്, വ്യായാമത്തിൻ്റെ ആവശ്യം ഇല്ല. ആരോഗ്യവിഷയെ ശുദ്ധവാതാവരണം ശുദ്ധജലം ശുദ്ധഭക്ഷണം ച ആവശ്യകം. ആരോഗ്യ വിഷയത്തിൽ ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശുദ്ധവാതാവരണം, ശുദ്ധമായ അന്തരീക്ഷം, ശുദ്ധജലം, ശുദ്ധമായ ജലം, ശുദ്ധം ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം എന്നിവ ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ എത്ര വാക്കുകളാണ് ആവശ്യമുള്ളത്, ശരിയായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണോ അതെടുത്ത് ഇവിടേക്ക് ഓർഡറിൽ എഴുതിയാൽ മതി. തെറ്റായിട്ടുള്ള വാക്കുകൾ എഴുതരുത്. ഓക്കെ. കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇവിടെ അതേപോലെ തന്നെ ഉചിതമായിട്ടുള്ള വാക്കുകൾ എഴുതിയിട്ട് ഭിത്തിപത്രിക, പോസ്റ്ററാണത്, എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മുഖാവരണം എന്താണ്? 2021 തൊട്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങിയാണല്ലേ. മാസ്ക്. മാസ്ക് എന്ത് ചെയ്യൂ? ധാരയതു ന ധാരയതു. ധരിക്കോ ധരിക്കരുത്. പ്ലാസ്റ്റിക വസ്തുനി നദ്യം. പ്ലാസ്റ്റിക് വസ്തുക്കൾ നദിയിൽ നിക്ഷിപതു ന നിക്ഷിപതു. നിക്ഷിപതു എന്ന് വെച്ചാൽ നിക്ഷേപിക്കുക, ന നിക്ഷിപതു നിക്ഷേപിക്കരുത്. ഹസ്തപ്രക്ഷാളനം കരണീയം. കൈ കഴുകൽ കരണീയം ന കരണീയം. ചെയ്യണോ വേണ്ട, ചെയ്യണം ചെയ്യണ്ട. വനം. വനം സംരക്ഷണീയം ന സംരക്ഷണീയം. സംരക്ഷിക്കണം സംരക്ഷിക്കണ്ട. സാമൂഹിക ദൂരം, സാമൂഹിക അകലം ഡാഷ്. പാലയതു ന പാലയതു. പാലിക്കണം പാലിക്കരുത്. വ്യായാമഃ ഡാഷ്. വ്യായാമഃ ഡാഷ്. വ്യായാമം ആവശ്യകഃ ന ആവശ്യകഃ. ആവശ്യമാണ് ആവശ്യമില്ല. മലിനജലം ഡാഷ്. പിബതു ന പിബതു. മലിനജലം കുടിക്കൂ കുടിക്കരുത്. ശരീരസ്യ സംരക്ഷണം. ശരീരത്തിൻ്റെ സംരക്ഷണം ആവശ്യകം ന ആവശ്യകം. ആവശ്യമാണ് ആവശ്യമില്ല. ശുദ്ധവാതാവരണം ആവശ്യകം ന ആവശ്യകം. ആവശ്യമാണ്. ശുദ്ധമായ അന്തരീക്ഷം ആവശ്യമാണ് ആവശ്യമില്ല. മുകളിൽ കൊടുത്ത അതേ വാക്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളത് മാത്രം ഇടയ്ക്കെടുത്ത് എഴുതുക, ശരിയായിട്ടുള്ളത് മാത്രം. ഓക്കെ. ഇനി ഇവിടെ പദച്ഛേദങ്ങൾ അല്ല മറ്റേ ഇതൊക്കെയാണ്. നാമകിംപദ എന്നുള്ളതിൽ നമ്മൾ പ്രഹേളികകളാണ് പഠിച്ചത്, കടങ്കഥകളാണ് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെയാ വെച്ചാൽ അത് നിങ്ങൾ എഴുതുക. അതിൻ്റെ ഉത്തരങ്ങൾ ദക്ഷിണതഃ എന്ന് പറഞ്ഞാൽ വലത്തോട്ടാണ്, അധഹ എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. ഒന്ന് വലത്തോട്ട്. വൃന്ദവിഹീനം വർത്തുലപദം. ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഞെട്ടില്ല വട്ടയില്ല. ഏതാ വാക്ക് വരിക? ഒന്ന് വലത്തോട്ട്. സഹസ്രപുത്രാണാം നൂപുരമേകം. ഇതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞു പോകും, അതിനുശേഷം ഈ വാക്കുകളുടെ അർത്ഥം പറഞ്ഞുതരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വലത്തോട്ടുള്ളതും താഴോട്ടുള്ളതും എഴുതിയാൽ മതി. 1000 മക്കൾക്ക് ഒരു ബെൽറ്റ്. മൂപ്പരം എന്ന് വെച്ചാൽ ബെൽറ്റ് അല്ല, ശരിക്കും പാദസരം എന്നാണ്. ഇവിടെ നമുക്ക് ബെൽറ്റ് എന്നാണ് നമുക്ക് മലയാളത്തിൽ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ല്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പാഠത്തിൽ പഠിക്കാനുള്ളതുമാണ്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകം വേറെ വേറെ പറയേണ്ട കാര്യമില്ല. അങ്കണമഞ്ജുഷ നിരാവരണ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. ഏകകൂപ്യാം തൈലദ്വയം. ഒരു കുപ്പിയിൽ 2 എണ്ണ. ഇതൊക്കെയാണ് വലത്തോട്ട്. 1 2 3 4. അപ്പോൾ വലത്തോട്ടാണ് എഴുതേണ്ടത് അങ്ങനെയുള്ള വാക്ക്. 1 2 3 4. ഓക്കെ. അത് ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാം. അടുത്തത് ഭഗഃ തിഷ്ഠതി വാപി ശുഷ്യതി. കൊക്കിരിക്കെ കുളം വറ്റി. 5 വലത്തോട്ട് എന്നുള്ളതാണ്. സോറി, 5 വലത്തോട്ടല്ല, താഴോട്ട്. അധഹ എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. 5ആണത്. 5 താഴോട്ട്. മൂന്നാമത്തെ ഭൂതലശിഖരെ ഭാതി കില സുവർണധാരി മത്തഗജ.
ഭൂതലശിഖരേ ഭാതികില സുവർണധാരി പത്തഗജ. ഇതിൽ കൃത്യമായിട്ടുള്ള മലയാളം ഒന്നുമില്ല. കാട്ടിലൊരാന പൊന്നണിഞ്ഞ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്ക് കാണാറ്. അപ്പോൾ അത്തരത്തിലാണ് വാക്ക്. ഏകപാദോ വിപണിയും ഗതവാൻ, ഒറ്റക്കാലം ചന്തയ്ക്ക് പോയി. മാത്രാസ്പൃഷ്ട പുത്രാ ഹത, അമ്മ തൊട്ടു മക്കൾ ചത്തു എന്നൊക്കെയാണ്, മക്കൾ മരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സംഖ്യകൾ നോക്കുക. 5 താഴോട്ട്, 6 താഴോട്ട്, 7 താഴോട്ട്, 8 താഴോട്ട്. ഓക്കെ. അപ്പോൾ ദീപഹ വിളക്ക്, കൂപഹ കിണർ, കർണികാരം കണിക്കൊന്ന, പർപ്പിടകം പപ്പടം, ഛത്രം കുട, മാർജനി ചൂല്, അഗ്നിപീഡിക തീപ്പെട്ടി, അണ്ടം മുട്ട. ചിത്രമക്ഷര സംയുക്തം പഠിതുശ്ച വിജ്ഞാനതം, ആധാരോ കർഗജസ്തസ്യ കിന്നാമ വദമിത്രക. ഇതിലേതാണ് വരുന്നത്? ചിത്രമക്ഷര സംയുക്തം, ചിത്രവും അക്ഷരവും കൂടിയതാണ്. പഠിച്ചാൽ വിജ്ഞാനം കിട്ടും. കടലാസാണ് ഇതിൻ്റെ ആധാരം. എൻ്റെ പേര് പറയാമോ? ഭീതോ തിഷ്ടതി മാർജാരാത് കാര്യേതു ചതുരസ്സദ, അദൃശ്യേ വസ്തുമിച്ഛാസ്തി യതി ജാനാസി ചേദ്വദ. ഭീതോ തിഷ്ടതി മാർജാരാത്, പൂച്ചയെ പേടിക്കുന്നു. കാര്യേതു ചതുരസ്സദ, പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്നു. അതായത് ഭയങ്കര സ്പീഡാണ്. അദൃശ്യേ വസ്തുമിച്ഛാസ്തി, കാണാത്ത വസ്തുക്കളാണ്, അത് കാണുക. യതി ജാനാസി ചേദ്വദ, അറിയുന്നെങ്കിൽ പറയൂ. നരോനാഹം ഖഗോനാഹം ദ്വിനേത്രേച്ച ദ്വിപാദവി നേത്രയോ മിത്രമേവാഹം നാമ കിം വദ സത്വരം. മനുഷ്യനല്ല ഞാൻ, മൃഗം പക്ഷിയല്ല ഞാൻ, 2 കാലുണ്ട്, 2 കണ്ണുണ്ട്, നേത്രങ്ങളുടെ മിത്രമാണ് ഞാൻ. ആരാണ് ഞാൻ? ദർശനം കോമളം മിത്ര, സ്പർശനം മൃദുലം പുന. കാണുമ്പോൾ കോമളമായിട്ടുള്ള നല്ല കാണുന്നത് ഇഷ്ടമാണ്, തൊട്ടാൽ മൃദുലുമാണ്. ഘ്രാണോച്ച സുരഭി പശ്യ, മണത്താൽ വളരെ ഇഷ്ടമാണ്. നാമകിം വദ സത്വരം, എൻ്റെ പേരെന്തെന്ന് പറയൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ചിത്രങ്ങളിൽ അടിയിൽ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് വരച്ച് ചേർത്താൽ മതി. വരയ്ക്കാനാണ് പറഞ്ഞിരിക്കണം, യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കണം. 5ാമത്തെ പാഠം നീതിബോധയാണ്. അതിൽ നമ്മൾ ആ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. രാവണേന എന്നാളാണ് ഇവിടെ. നോക്കൂ. രാമഹ രാവണേന സഹ രാവണനോടൊപ്പം യുദ്ധം ചെയ്തു, രാവണനോട് യുദ്ധം ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് രാവണേന എന്നുള്ള അർത്ഥം വരുന്നത്. അതേപോലെ രമേശ ഡാഷ് സാർദ്ധം പഠതി, സാർദ്ധം സാഗം വരുമ്പോൾ തൃതീയ വിഭക്തി വരുന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ അപ്പോൾ അവിടെ രാവണേന ആയ പോലെ രാഘവ രമേശ ഡാഷ് സാർദ്ധം പഠതി, രമേശ് രാഘവന്റെ കൂടെ പഠിച്ചു എന്നർത്ഥം വരണമെങ്കിൽ എന്താവണം? രാഘവ എങ്ങനെയാവണം? ഛാത്രാഹ ഡാഷ് അധ്യാപക സഹ സംഭാഷണം കുറുവന്തി, കുട്ടികൾ അധ്യാപകനോടൊപ്പം സംസാരിക്കുന്നു, അധ്യാപകനോട് സംസാരിക്കുന്നു. സഹ ഡാഷ് സാഗം ആപണം ഗച്ഛതി, അവൻ മകനോടൊപ്പം കടയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏത് രൂപം വരണം എന്നുള്ളത് കൃത്യമായിട്ട് രാവണനായ പോലെ ബാക്കി എന്തൊക്കെ ആവും എന്നുള്ളത് നോക്കുക. രമ ഡാഷ് സമം നൃത്തം കരോതി, രമ സഹോദരനോടൊപ്പം നൃത്തം ചെയ്യുന്നു എന്നർത്ഥം വരണം. ലത ഡാഷ് സഹ പുസ്തകശാലാം ഗച്ഛതി, ലത അച്ഛനോടൊപ്പം പുസ്തകശാലയിലേക്ക് പോകുന്നു. അടുത്ത് സോദരഹ സോദരി എന്നുള്ള ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സോദരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോദരി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇവിടെ പുല്ലിംഗ പദങ്ങളാണ് ഇതൊക്കെ. രാവണ രാവണേന എന്നാണ് വരേണ്ടത്. അതേപോലെ അല്ല സ്ത്രീലിംഗമാകുമ്പോൾ എന്താണ്? സോദരി എന്നുള്ളതിന് യാ ചേർക്കണം. അപ്പോൾ സോദര്യ എന്നായി. സോദരഹ സോദര്യ സഹ വിദ്യാലയം ഗച്ഛതി, സഹോദരൻ സഹോദരിയോടൊപ്പം വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഗണേശ ഡാഷ് സഹ കാര്യാലയം ഗച്ഛതി, രമേശ് സരസ്വതിയോടൊപ്പം. സോദരി സോദര്യ എന്നായ പോലെ സരസ്വതി എന്താവും? അതാലോചിക്കുക. എന്താവുണ്ട്? സരസ്വത്യ അല്ലേ? അതേപോലെ ബാലിക ഡാഷ് സാർദ്ധം ക്രീഡതി, ബാലിക ചേച്ചിയോടൊപ്പം കളിച്ചു, ഭഗിനി എന്നുള്ളതാണ്. അപ്പോൾ ഭഗിനി എന്നുള്ളത് സോദരി സോദര്യ സരസ്വതി സരസ്വത്യ ആയ പോലെ ഭഗിനി എന്താവും? ആലോചിക്കുക. ദേവനാരായണ ഡാഷ് സമം നൃത്യതി, കല്യാണി, ദേവനാരായണൻ കല്യാണിയോടൊപ്പം നൃത്തം ചെയ്തു, കല്യാണിയോടൊപ്പം, കല്യാണി എന്താവും? കൃത്യമായിട്ടുള്ള രൂപത്തിൽ എഴുതാം. മാതാ ഡാഷ് സാകം വിപണിയും ഗച്ഛതി, അമ്മ മകളോടൊപ്പം വിപണിയിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി എന്നുള്ളതാണ് അർത്ഥം.
അത് ഈ വന്നപ്പോഴാണ് യാ രീ ര്യാ തീ ത്യാ എന്നൊക്കെ ആയത്. പക്ഷെ അത് ദീർഘമാണെങ്കിൽ യാന്ന് മാത്രം ചേർത്താൽ മതി. നമുക്കിവിടെ സുരേഷ സീതാ സഹ സംഭാഷണം കരോതി. സുരേഷ് സീതയാ സഹ സംഭാഷണം. സീത എന്തായി? സീതയാ എന്നായി. അതേപോലെ ഇവിടെ അധ്യാപിക എന്താവും? ഛാത്രാഹ അധ്യാപിക സമം ക്രീഡാങ്കണം ഗച്ഛതി. അധ്യാപികയുടെ ഏത് രൂപത്തിലാണ് വരുന്നത്? സീത സീതയ ആയ പോലെ അധ്യാപിക എങ്ങനെയാവും? മനോജഹ ഡാഷ് സഹ ആവണം ഗച്ഛതി. മനോജ് ഭാര്യയോടൊപ്പം ആവണത്തിലേക്ക് പോയി. ഭാര്യ എന്താവണം ഇവിടെ? വനിത മഹിളയോടൊപ്പം വിദ്യാലയത്തിലേക്ക് പോയി. അപ്പൊ മഹിള എന്താവണം ഇവിടെ? മല്ലിക ഡാഷ് സാകം ഗായതി. മല്ലിക ഉമ്മയോടൊപ്പം പാടി. അപ്പൊ ഉമ്മ എന്നുള്ളത് എന്താവും? അപ്പൊ ഈ ഉദാഹരണം നിങ്ങൾക്ക് നോക്കിയാൽ മതി. രാവണേന ആയ പോലെ ഇതൊക്കെ എങ്ങനെയൊക്കെ വരുന്നുള്ളൂ. കൃത്യമായിട്ട് രാവണേന. അപ്പൊ രാഘവ എന്താവും? അതേപോലെ സോദരി സോദര്യാന്നായി. അപ്പൊ സരസ്വതി എന്താവണം? അത് കൃത്യമായിട്ട് എഴുതാം. സീത സീതയായ പോലെ അധ്യാപിക. അങ്ങനെ കൃത്യമായിട്ട് എല്ലാം ഫില്ല് ചെയ്യാം. ഇവിടെ കഥയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കഥ നോക്കൂ കൃത്യമായിട്ട്. ഈ കഥ കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വായിക്കാം. ഇവിടെ ഇതിൽ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ താഴേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗർദ്ധവസ്യ ക്രന്ദനം കൃത്വ ചോരഹ പലായിതഃ. കഴുതയുടെ കരച്ചിൽ കേട്ട് കള്ളൻ രക്ഷപ്പെട്ടു. ചിത്രം നോക്കിയിട്ട് ഏതാ വരുന്നത്, എത്രാമത്തെയാണ് വരിക വെച്ചാൽ അതങ്ങനെ നോക്കി എഴുതിയാൽ മതി. ചോരം ദൃഷ്ട്വാ ഗർദഭഃ ശുനകം പ്രതി അവദത് ഭോ യജമാനം നിവേദയതു ഇതി. ചോരം ദൃഷ്ട്വാ കള്ളനെ കണ്ടിട്ട് ഗർദഭഃ ശുനകം പ്രതി വദതി. ഗർദഭഃ കഴുത ശുനകം പ്രതി അവദത്. ശുനകനോട് പറഞ്ഞു ഭോ യജമാനം നിവേദയതു. എടാ യജമാനോട് പറയൂ, യജമാനെ അറിയിക്കൂ എന്ന്. കസ്യശ്ചന കൃഷകസ്യ ഗൃഹേ ഏകഃ ഗർദഭഃ ഏകഃ ശുനകഃ ച ആസീത്. ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ ഒരു കഴുതയും ഒരു നായയും ഉണ്ടായിരുന്നു. ഗൃഹാത് ബഹിഃ ആഗതഃ കൃഷകഃ കമപി അദൃഷ്ട്വാ കുപിതഃ ആസൻ ഗർദഭം അതാടയത്. ഗൃഹാത് ബഹിഃ ആഗത, വീടിന്റെ പുറത്തേക്ക് വന്ന കൃഷിക്കാരൻ എന്ത് ചെയ്തു? കമപി അദൃഷ്ട്വാ, ഒന്നിനെയും കാണാതെ ദേഷ്യപ്പെട്ട്, കുപിതഃ ആസൻ ദേഷ്യപ്പെട്ട് ഗർദഭം അതാടയത്, കഴുതയെ തല്ലി. ശുനകഃ ഗർദഭസ്യ വചനം തിരസ്കരോതി. ശുനകൻ നായ കഴുതയുടെ വചനം തിരസ്കരിക്കുന്നു. കഴുത പറയുന്നത് കേൾക്കുന്നില്ല നായ. തഥാ ഗർദഭഃ ഉച്ചൈഃ ക്രന്ദനം അകരോത്. അപ്പോൾ ഗർദഭഃ കഴുത ഉറക്കെ കരഞ്ഞു. ഏകദാ രാത്രൗ ഏകഃ ചോരഃ ആഗതഃ. ഒരു രാത്രിയിൽ ഒരു കള്ളൻ വന്നു. അപ്പൊ ഇത്രയും വാക്കുകൾ പറഞ്ഞു. ഈ കഥ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് തെറ്റി കൊടുത്തിരിക്കുന്നത്, ഈ വാക്കുകളാണ് തെറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ ഏതൊക്കെ വാക്കുകളാണ് ഒന്നാമത്തെ ചിത്രത്തിൽ ചേരുന്ന വാക്ക് ഏതാ വെച്ചാൽ അത് ആദ്യം എഴുതുക, രണ്ടാമത്തെ ചിത്രത്തിൽ ചേരുന്ന രണ്ടാമത് എഴുതുക, അങ്ങനെ എഴുതി പോവാം. ഓക്കെ. വിദുരവചനം എന്നുള്ള പാഠഭാഗത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഇതേ അർത്ഥം, എല്ലാം ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ എഴുതാനാണ് പറയുന്നത്. നോക്കൂ, നേത്രം ചക്ഷു. നേത്രം എന്ന് പറഞ്ഞാലും ചക്ഷു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അതേപോലെ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ നേർക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്തം മനസ്സ് എന്നാണ് അർത്ഥം. ലോകഃ ആളുകൾ, നേത്രം പറഞ്ഞു കണ്ണാണ്. മനഃ മനസ്സ്. പണ്ഡിതഃ പണ്ഡിതൻ. ജനഃ ജനങ്ങൾ ആളുകൾ. ബുദ്ധഃ ബുദ്ധിയുള്ള ആളുകൾ പണ്ഡിതർ ഒക്കെയാണ് അർത്ഥം. മനുജഃ മനുഷ്യർ. നരഃ മനുഷ്യൻ. മിത്രം കൂട്ടുകാരൻ. സുഹൃത്ത് കൂട്ടുകാരൻ. അപ്പോൾ ഇതിലേതൊക്കെ കൃത്യമായിട്ട് വരുന്ന വെച്ചാൽ അത് എഴുതാം. ഇതിൽ ബുദ്ധജനഃ ബുദ്ധിയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യും? ജനാൻ ദോഷയതി ജനങ്ങളെ സന്തോഷിപ്പിക്കും, അത് എഴുതിയിട്ടുണ്ട്. ദുർജന സംസർഗഃ ദുഷ്ടന്മാരുടെ കൂടെ കൂടും. ശരിയാണെങ്കിൽ ഒരു ഇലയിലേക്ക് എടുത്തെഴുതുക, ഇല്ലെങ്കിൽ എഴുതരുത്. നിർഭയഃ പേടിയില്ലായ്മ ഉണ്ടാകും. ലൗകികാസക്തഃ ലൗകിക കാര്യങ്ങളിൽ ചുറ്റുമുള്ള കാര്യങ്ങളിൽ വളരെയധികം ആക്രാന്തം ആർത്തിയൊക്കെ ഉണ്ടാവും. പരോപകാരിയായിരിക്കും. സന്തുഷ്ടഃ സന്തോഷവാനായിരിക്കും. സത്യവാദി സത്യം പറയുന്നവരായിരിക്കും. അതിലോഭി വളരെ ലോഭിക്കുന്നവനായിരിക്കും, വളരെ എന്ത് ചെയ്യുന്നവനായിരിക്കും? ആർഭാടം കാണിക്കുന്നവനായിരിക്കും എന്നാണ് അർത്ഥം. ഇതിലേതൊക്കെയാണ് പണ്ഡിതർക്ക് വരുന്നത് വെച്ചാൽ അത് എഴുതാം. എന്നിട്ട് അത് കണ്ടിട്ട് ബുധജന അധികൃത്യ യാവച്ഛയമാക്കിയ ബുധജനഃ ജനാൻ തോഷയതി. ബുധജനഃ ജനാൻ തോഷയതി. അത് കഴിഞ്ഞാൽ ദുർജന സംസർഗഃ വരുവെച്ചാൽ അങ്ങനെ എഴുതാം. നിർഭയഃ ഭവതി. ആ
നമുക്ക് ആ ശ്ലോകം നോക്കിയാൽ അറിയാം. ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ശ്ലോകം നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് എഴുതാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ വേഗത്തിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളേ ഉള്ളൂ. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റെഡ് ബോക്സുകൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാസ്സുകൾ കണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുനർമിലാമ.